10-50,000 രൂപ കൂടുതൽ കൊടുത്താലും നല്ല ക്വാളിറ്റി വണ്ടികൾ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോ നല്ല വണ്ടികൾ നോക്കുന്നവർ മാത്രം ഈ ഷോറൂമിലേക്ക് വന്നാൽ മതി അല്ലെ? ഓക്കെ. എന്താ വെച്ചാല് നമ്മള് അതർ സ്റ്റേറ്റ് വണ്ടികൾ കാണിക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ് എടുക്കാനും. അത് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളതാണോ, മേജർ ആക്സിഡന്റ് സംഭവിച്ചതാണോ, എന്തെങ്കിലും ഫോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവോ, അങ്ങനെയുള്ള ഒരു പേടി എല്ലാ കസ്റ്റമറിനും ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ കാണിക്കുന്നത് എങ്ങനെ വെച്ചാല് ഇവര് ഒരു പ്രത്യേകം എങ്ങനെ വെച്ചാല് എല്ലാ ഭാഗം ചെക്ക് ചെയ്ത് നല്ല വണ്ടികൾ മാത്രം പർച്ചേസ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോ കേരളത്തിന് പുറത്തൊക്കെ ഉള്ളവർക്ക് ധൈര്യമായിട്ട് അഡ്വാൻസ് ആക്കാൻ പറ്റിയ വണ്ടികളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും വണ്ടി കുറെ പോയിട്ടുള്ളല്ലേ. ഈ വണ്ടി വെച്ചാൽ ആരും ചെക്ക് ചെയ്യാണ്ട് വണ്ടി കൊണ്ടുപോകും. വണ്ടി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മളിപ്പോ ഒരു ഫുഡ് പാർക്കിൽ നിന്ന് ഒരു സാധനം മേങ്ങും പോലെ അല്ലല്ലോ ഇവിടുന്ന്. വണ്ടിന്റെ എല്ലാ ഭാഗവും നമുക്ക് ചെക്ക് ചെയ്താലും മനസ്സിലാവും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. ഇനിയിപ്പോ നമ്മൾ അറിയുന്നില്ലെങ്കിൽ ഒരു മെക്കാനിക്കിനെ കൂട്ടിയിട്ട് വരാം, അറിയുന്ന ആൾക്കാരുണ്ടാവും, അവരെ കൂട്ടിയിട്ട് വരാം അല്ലെ. തീർച്ചയായിട്ടും ഷോറൂമിൽ കൊണ്ടുപോകാം, സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഒക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് നോക്കിയിട്ട് അത് സമാധാനത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ ഇവിടെ ഫോക്കസ് മോട്ടോഴ്സിൽ നമ്മൾ ചെയ്യുന്നത് 2017 ശേഷമുള്ള വണ്ടികൾ മാത്രമാണ് നമ്മൾ മിനിമം ചെയ്യാറുള്ളൂ. അതായത് 8 ലക്ഷത്തിന് മേലുള്ള വെഹിക്കിളെ ചെയ്യാനുള്ളൂ. അപ്രോക്സിമേറ്റ്ലി അതിൽ ടൊയോട്ടോ വെഹിക്കിൾക്ക് ഒരു ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ 8-9 ലക്ഷം വരെ കിലോമീറ്റർ ഓടുന്ന വെഹിക്കിളാണ് ഓൾമോസ്റ്റ്. ഓൾറെഡി നമ്മൾ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഓരോ വണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഏകദേശം എടുക്കുന്ന ഓൾമോസ്റ്റ് വണ്ടികൾക്ക് ഒരു 99% വണ്ടികൾക്കും എഞ്ചിന് ഗിയർ ബോക്സും മിനിമം 6 മാസം ഇല്ലെങ്കിൽ 1 ഇയർ വാറണ്ടി കൊടുക്കുന്ന വെഹിക്കിൾ മാത്രം നമ്മൾ ഇടാറുള്ളൂ. കാരണം കസ്റ്റമറുടെ ടെൻഷൻ പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ അഭിലാഷങ്ങൾ മീൻസ് ഒരു വീട് വെക്കുക, ഒരു വണ്ടി എടുക്കുക എന്ന് പറയുന്ന ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിലാഷമാണ്, അല്ല അംബീഷനാണ്. ആ അംബീഷൻ നിറവേറ്റി കൊടുക്കുക. കാരണം സെക്കൻഡ് വണ്ടി എടുക്കുന്ന സമയത്ത് എനിക്കോ നിങ്ങൾക്കോ ഡൗട്ട് വരാം, ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പെടുമോ ഇല്ലെന്ന്. അതുകൂടി ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മൾ മാക്സിമം അവരെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സാർ ഒരു വണ്ടി വന്നെടുത്താലും നിങ്ങൾക്ക് വണ്ടി ഷോറൂമിൽ കൊണ്ട് കാണിക്കാനുള്ള ഫെസിലിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഓൾറെഡി ഞങ്ങൾ ചെക്കിംഗ് എടുത്ത വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ വാറണ്ടി പ്രൊവൈഡർ ആണ്. അതൊരു കസ്റ്റമർ ടെൻഷൻ അല്ല, നമ്മൾ ഹാപ്പിയാണ്, കസ്റ്റമർ ഹാപ്പിയാണ്. ഓക്കെ. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു മാസത്തിന് ശേഷം പാണ്ടിക്കാട്ടെ ഫോക്കസ് ഷോറൂമിലാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഏകദേശം ഒരു 3% വണ്ടികൾ അന്ന് കാണിച്ചതിൽ 3% വണ്ടികൾ സെയിലായി പോയിട്ടുണ്ട്. കുറെ നമ്മളെ വീഡിയോയിൽ പോയിട്ടുണ്ട്, അതല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് പേഴ്സണാലിറ്റി പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏകദേശം വണ്ടികളൊക്കെ പുതിയതാണ് സ്റ്റോക്ക് കയറിയിട്ടുള്ളത്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇവിടുത്തെ മാനേജറാണ്. എന്തൊക്കെയുണ്ട്? എന്ത് പാട്? ഓക്കെ. ഇവിടെ ഇപ്പൊ മാക്സിമം എത്ര വണ്ടികൾ ഉണ്ടാവും? ഏകദേശം അപ്രോക്സിമേറ്റ്ലി 10-50 വണ്ടികൾ നമ്മുടെ കയ്യിലുണ്ട്. 50 വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ കാണിക്കുന്നത് 7 സീറ്റർ വണ്ടി ക്രിസ്റ്റയും ഫോർച്യൂണറും മാത്രമാണ് കാണിക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ് മറ്റേ ചെറുവണ്ടികൾ, അതായത് പ്രീമിയം വണ്ടികളും അതുപോലെ തന്നെ സാധാരണക്കാർ വണ്ടികളും അടുത്ത വീഡിയോയിലാണ് കാണിക്കുന്നത്. ഓക്കെ. അപ്പോ ഇത് കറക്റ്റ് പ്രോപ്പർ ലൊക്കേഷൻ എങ്ങനെയാണ്? ഇത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പാണ്ടിക്കാടാണ് നമ്മുടെ ഷോറൂം വരുന്നത്. ഷോറൂമിന്റെ ലാൻഡ്മാർക്ക് പറയുവാണെങ്കിൽ ഇന്ത്യൻ പെട്രോൾ പമ്പ് ഉണ്ട്, തൊട്ട് ചേർന്ന് നമ്മുടെ നിയോ ഹോസ്പിറ്റൽ ഉണ്ട്. അതോടുകൂടിയാണ് മഞ്ചേരി പാണ്ടിക്കാട് റോഡിനാണ് ഫോക്കസ് മോട്ടോഴ്സ് ഇരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ട് ലാഗടിപ്പിക്കേണ്ട അവർക്ക്. അപ്പൊ നമുക്ക് നേരെ വണ്ടിയിലേക്ക് പോകാം. അപ്പൊ അതിനേക്കാൾ മുമ്പ് ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാൻ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ വീഡിയോയുടെ അടിയിൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വണ്ടിയിലേക്ക് പോകാം. ഇവിടെ ഒരു മുന്തിരി കളറിൽ വരുന്ന ഒരു ക്രിസ്റ്റയാണ്. ഇത് എങ്ങനെയാണ് മോഡൽ? ഇത് 2016 മോഡലാണ്. 16 നമ്പർ മാറിക്കണം. അതിൽ ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ. വണ്ടി ഓട്ടോമാറ്റിക്കാ മാനുവലാ? ഇത് മാനുവലാണ്. മാനുവലാണ്. 2.4G മാനുവൽ. ഓക്കെ. തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത്. 3ാമത്തെ ഓണറിൽ വരുന്നുണ്ട്. പിന്നെ ഇത് ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് G4 ആണ്. 2016 മാനുവൽ G4 ആണ്. ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണ്. ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടി. ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ആക്കിയതാണ്. ഓക്കെ. വണ്ടി മാക്സിമം എത്ര ഓടിയിട്ടുണ്ടാവും? ഏകദേശം 1,20,000. 1,20,000 ഓടിയിട്ടുണ്ടാവും. പിന്നെ സർവീസ് പിന്നെ സർവീസിന്റെ കാര്യങ്ങൾ പറയണ്ട. ഇവിടെയുള്ള എല്ലാ വണ്ടികളും കറക്റ്റ് ജെനുവിൻ കിലോമീറ്റർ, ജെനുവിൻ സർവീസ് ഉള്ള വണ്ടികളാണ്. ഇത് നിങ്ങൾ എത്ര ആസ്ക്? ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് 16,80 നമുക്ക് കൊടുക്കാം. 16,80 ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ. ഒറിജിനൽ കേരള വണ്ടി ആയതുകൊണ്ടാണ് ഈ റേറ്റ് കേട്ടോ. 16,80 ആണ് വില. നെഗോഷ്യബിൾ ആണ്. മാക്സിമം പൊടിച്ചു കൊടുക്കൂലേ? ചെറുതായിട്ടൊക്കെ ഓൾറെഡി ഓഫർ പ്രൈസ് ഇട്ട വണ്ടിയാണ് ഇപ്പോൾ. ഓക്കെ. നിങ്ങൾ വന്ന് ഇവിടെ ഇന്ന് സംസാരിച്ച് വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് പറ്റുന്നുണ്ടെങ്കിൽ വില പിന്നെയും കുറച്ച് തരും. വീണ്ടും ഒരു മുന്തിരി കളറിൽ വരുന്ന ഇവിടെ 2 പീസ് ഉണ്ട്. മുന്തിരി കളറിൽ വരുന്ന ക്രിസ്റ്റ. ഇത് എങ്ങനെയാണ് മോഡൽ? ഇത് 2019 മോഡൽ. 19 കേരള വണ്ടിയാ? അല്ല, ഇപ്പൊ ഡൽഹിയിലാണ് കിടക്കുന്നത്. നമുക്ക് നമ്പർ ആക്കി കൊടുക്കും. ഓക്കെ. ഇപ്പോ NOC ലാണ് ഉള്ളത്. അതെ. അല്ല, പ്രൈസ് നമ്പർ ആക്കിയുള്ള പ്രൈസ് നമ്മൾ പറയാം.
ഓക്കെ, നമ്പർ ആക്കിയിട്ട് കൊടുക്കുന്ന പ്രൈസ് ആണ് നമ്മൾ പറയുന്നത്. പ്രൈസ് അവസാനം പറഞ്ഞാൽ മതി. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, എത്ര മോഡൽ പറഞ്ഞത്? 2019. ഓപ്ഷൻ വരുന്നത് 2.8 G ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓക്കെ, എത്ര ഓടിണ്ടാവും? ഇത് 91,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 91 ഓടിയിട്ടുള്ളൂ. കറക്റ്റ് കിലോമീറ്റർ അതെ, കിലോമീറ്റർ മറിച്ചിട്ടൊന്നുമില്ല. ഒരു 1000 കിലോമീറ്റർ കൂടുതൽ ഉണ്ടാവില്ല കേട്ടോ. കറക്റ്റ് ജെന്യൂൻ കിലോമീറ്റർ ആണ്. അത് നിങ്ങൾ ഇവിടെ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഷോറൂമിൽ കൊണ്ടുപോയാൽ ഇതിന്റെ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും ഓടിയത് ഒക്കെ. ഇത് എത്രയാണ്? ഇത് 2019 കേരളത്തിലേക്ക് നമ്പർ ആക്കിയിട്ട് 19 കൊടുക്കണം. 2.8 G ഓട്ടോമാറ്റിക് ആണോ? എത്ര? 50,000. കേരളത്തേക്ക് നമ്പർ ആക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഈ മന്ത്രിമാരൊക്കെ പോകുന്ന വണ്ടിയല്ലേ വൈറ്റ് കളർ? ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ്. അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വരെയുള്ളത് വൈറ്റിനാണ്. വൈറ്റിന് മാർക്കറ്റ് ഉണ്ടാവും. ഈ ടാക്സിക്കാരൊക്കെ മെയിൻ ആയിട്ട് വൈറ്റേ നോക്കുള്ളൂ, വേറെ ഒന്നും നോക്കൂല. തീർച്ചയായിട്ടും. പിന്നെ ഇത് എത്ര മോഡലാണ്? ഇത് 2017-18 മോഡൽ. ഓക്കെ, 17 മോഡൽ, 18 രജിസ്ട്രേഷൻ. കേരള വണ്ടിയാ? അല്ല, കേരളത്തേക്ക് നമ്പർ ആയ വണ്ടി. ഓൾറെഡി ഇപ്പൊ നമ്പർ ആയിട്ടുണ്ട്. ഓക്കെ, ഈ മാനുവൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ 2.8 സ്റ്റോപ്പ് വരുന്നത് സെഡ് ആണല്ലോ. ഓട്ടോമാറ്റിക്കലി സെഡ് ഫുൾ ഓപ്ഷൻ. ഓക്കെ, മാക്സിമം എത്ര ഓടിയിട്ടുണ്ടാവും? 1.43 ഓടിയിട്ടുള്ളൂ. 1.43 ഓടിയിട്ടുണ്ട്. കറക്റ്റ് ജെന്യൂൻ ഓട്ടോ. ഓട്ടം മാറ്റണമെന്ന് മറിച്ചിട്ട് വരണം. പിന്നെ ഇവിടെ ഞാൻ റീപ്ലേസിന്റെ ഒന്നും ചോദിച്ചിട്ടില്ല. റീപ്ലേസ് മേജർ ആയിട്ട് എന്തായാലും അതർ സൈഡിൽ വരുന്ന വണ്ടികൾക്ക് ഓൾമോസ്റ്റ് 99% വണ്ടികളും മെയിൻ ക്ലാസ് അവിടെ തന്നെ മാറിയിട്ട് അവർ ചൂട് കാരണം സ്ക്രാച്ചസ് മാറി വരുന്ന വണ്ടികളാണ്. അല്ലാതെ വേറെ നമ്മുടെ ആക്സിഡന്റ് ആയ വണ്ടികൾ നമ്മൾ ചെയ്യുന്നില്ല. അത് വണ്ടിയില്ല, ടോട്ടൽ ബ്ലഡ് ആയ വണ്ടി നമ്മൾ ചെയ്യാറില്ല. മെയിൻ ക്ലാസ് പിന്നെ ചിലതൊക്കെ മാറിയിട്ടുണ്ടാവും, എല്ലാത്തിന്റെയും ഒന്നല്ല, ചിലത്. അത് നിങ്ങൾക്ക് മെയിൻ ക്ലാസ് ഒക്കെ മാറിയാലേ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതൊക്കെ അറിയുന്ന ആളെ കൊണ്ട് ചെക്ക് ചെയ്യിച്ചാലും ഷോറൂമിൽ ചെക്ക് ചെയ്യാൻ അറിയാത്ത ആള് എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, അറിയുന്നവർക്ക് പിന്നെ വന്ന് നോക്കിയാലും മനസ്സിലാവും. തീർച്ചയായിട്ടും. ഇത് എത്രയാണ്? 19,20,000 ആണ് ചോദിക്കുന്നത്. നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം. ഓഫർ നെഗോഷ്യബിൾ ആണ്. മാക്സിമം വില പൊട്ടിച്ചു തരും കേട്ടോ. അതെ, ഒരു വൈറ്റ് കളർ തന്നെ. ഇവിടെ വൈറ്റ് കളർ 2 പീസേ ഉള്ളൂ കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ വേഗം വന്നോളൂ, പിന്നെ കിട്ടൂല. ഇത് 2017 മോഡൽ. 2017 മോഡൽ, തേർഡ് ഓണർ, കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടിയാണ്. കേരളത്തിലെ ഓൾറെഡി നമ്പർ ആയ വണ്ടി. G4 ആണ്. G4 ആണ് ഓപ്ഷൻ. മാനുവൽ G4. ടാക്സികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വണ്ടി കൂടിയാണ്. ഏതാണ്? ടാക്സി പർപ്പസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയ വണ്ടി കൂടിയാണ്. ഇത് 8 സീറ്റർ ആണ്. അല്ല, 7 സീറ്റർ ആണെങ്കിൽ പോലും മാനുവൽ ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതെ. ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിലേക്ക് ഫേസ് മാറിയിട്ടുണ്ട്. 2023 ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിലേക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്തേക്ക്. ഏകദേശം എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് ഏകദേശം 1.80 ആ റേഞ്ച് ഓടിയിട്ടുണ്ട്. എത്രയാണ് ആസ്ക്? ഇതിന് ഓഫർ പ്രൈസ് എടുക്കുന്നത് 14,90 ആണ്. ചെറിയൊരു ഫണ്ട് നെഗോഷ്യബിൾ ആണ്. 14,90 ആണ്. അതും ചെറിയ നെഗോഷ്യബിൾ ആണ്. തീർച്ചയായിട്ടും. ഈ വണ്ടികൾ നോക്കുമ്പോൾ പലർക്കും പല കളറിനോട് താല്പര്യം ഉണ്ടാവും. പിന്നെ തീർച്ചയായിട്ടും. അപ്പോ എന്താ വെച്ചാല് ഈ ഗ്രേ കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. ഈ ഗ്രേ, നേവി കളർ, ഇങ്ങനെയൊക്കെ വണ്ടികൾ ആൾക്കാർ പെട്ടെന്ന് ചോയ്സ് ചെയ്യും. തീർച്ചയായിട്ടും. ഇവിടെ ഗ്രേ കളർ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 4-5 വണ്ടികൾ. ക്രിസ്റ്റയിൽ തന്നെ 5 വണ്ടി ഉണ്ട്. ഇത് മോഡൽ എങ്ങനെയാണ്? ഇത് 2016 മോഡൽ മാനുവലാണ്. 2.4 മാനുവൽ, 1.52 ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് ഒരു വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ്. കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടിയാണ്. ഒറിജിനൽ കേരള അല്ല. ഇത് ഓപ്ഷൻ ഏതാണ്? ജി മാനുവൽ. ഓക്കെ, കേരളത്തിലേക്ക് നമ്പർ ഓൾറെഡി ആയിട്ടുണ്ട്. കേരളത്തിലേക്കാണ് ആയിട്ടുള്ളത്. 53. ഇവിടെ ഏകദേശം കേൽപ്പത്ത്, അതായത് മലപ്പുറം റൈസിന് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോട്ടാ. കേൽപ്പത്ത് ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ. ഇത് എത്രയാണ്? 14 രൂപ. 4,50,000. 14 വണ്ടി, 16 മോഡൽ. ഓക്കെ, 14,50 ആണ്. അതെ. ഓക്കെ, മാക്സിമം വില തീർച്ചയായിട്ടും. 17 മോഡൽ, 18 റൈസർ ഉണ്ട്. ഇത് ഓണറാണ്. കേരള വണ്ടിയാണ്. അല്ല, നമ്പർ ആവാത്ത വണ്ടി. നമ്പർ MH-ലാണ് കിടക്കുന്നത്. തന്നെ സിംഗിൾ ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. വണ്ടി NOC ലാണ് നിൽക്കുന്നത്. അതെ. ഓക്കെ, ഇത് എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് ആകെ 1.36. മാനുവൽ വണ്ടിയാണ്. മാനുവൽ G4 അല്ലേ? ഓക്കെ, ഇത് എത്ര കൊടുക്കാം? ഇത് 14,60 നമുക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കാം. NOC കൊടുക്കാം. ഏകദേശം നമ്പർ ആക്കാൻ ഒരു 1.5-1.25 G4 വണ്ടി ആയതുകൊണ്ട് ഒരു 1-1.5 റേഞ്ച് വരുള്ളൂ. അതെ. അപ്പോ ആവശ്യമുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. 18 മോഡലാണ്. മാനുവലാ? അല്ല, ഓട്ടോമാറ്റിക്. 2.8 G ഓട്ടോമാറ്റിക്. ഓക്കെ, 18 ഓട്ടോമാറ്റിക് ആണ് അല്ലേ? നമ്പർ ആയ വണ്ടി. ഓൾറെഡി നമ്പർ 71 നമ്പർ ആയിട്ടുണ്ട്. ഓക്കെ, ഓട്ടോ എത്ര ഉണ്ടാവും? ഏകദേശം 1.19 ഓടിയിട്ടുള്ള ആകെ 1,20,000 റേഞ്ച്. ഓക്കെ, ജെനുവിൻ കിലോമീറ്റർ. നമ്മൾ കിലോമീറ്റർ മറിക്കുന്ന കാര്യമൊന്നുമില്ല. പിന്നെ ആർക്കും എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എവിടെ കൊണ്ടുപോയി എവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. അതെ. പിന്നെ ഇത് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടാവും? ഇല്ല, മെയിൻ ക്ലാസ് സാധാരണ നോർമലായിട്ട് വരുന്നതാണ് അതർ സെറ്റ് വണ്ടികൾക്ക്. അല്ലാത്ത റീപ്ലേസ്മെന്റ് വരാറുണ്ട്. ഓക്കെ, മെയിൻ ക്ലാസ് ഏതെങ്കിലും 1-2 ഉണ്ടാവും. അല്ലാതെ വേറെ മേജർ കാര്യങ്ങളൊന്നും തന്നെ വെള്ളം കയറിയ വണ്ടി ഇങ്ങനെയുള്ള വണ്ടികൾ ഇവർ എടുക്കാറില്ല, വിൽക്കാറില്ല കേട്ടോ.
ഇതിന് എത്ര ഇതിന് 19,40,000 ആസ്ക് ചെയ്യുന്നത്. നെഗോഷ്യബിൾ ആണ്. 19,40 ആസ്കിംഗ് ആണ്. നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. അതെ. ഓക്കെ. വീണ്ടും ഒരു ഗ്രേ കളർ അല്ലേ? ഇത് എങ്ങനെയാണ് മോഡൽ? ഇതിന്റെ പ്രത്യേകത ഒരു വെറൈറ്റി വണ്ടി കൂടിയാണ് ഇത്. കാരണം ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് കാണിക്കാൻ പറ്റിയ വണ്ടി കൂടിയാണ്. എന്താണ്? കാരണം 2018 മോഡലാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ. വെറും 63 മാത്രം ഓടിയിട്ടുള്ളൂ. വെറും 63 ഓടിയിട്ടുള്ളൂ. അല്ല, കേരള നമ്പർ ആയിട്ടില്ല. ഇതിലൊരു സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കുന്നവർക്കും അവരെ സ്വന്തം പേരിലേക്ക് സ്വന്തം നാട്ടിലേക്ക് നമ്പർ ആക്കാൻ വേണ്ടി വണ്ടിയാണ്. അതാണ് ഈ വണ്ടിയുടെ ഹൈലൈറ്റ്. ഓക്കെ. നിങ്ങൾ ഏത് ജില്ലക്കാരായാലും നിങ്ങൾക്ക് നമ്പർ ആക്കട്ടോ. ഇപ്പൊ കണ്ണൂരിൽ ഒരാൾ എടുക്കുകയാണെങ്കിൽ 13 മാറാം. അതുപോലെ തന്നെ കാസർഗോഡ് ഒരാൾ എടുക്കുകയാണെങ്കിൽ 14 മാറാം. എവിടത്തേക്ക് വേണമെങ്കിലും മാറാം കേട്ടോ. അതെ, ലോ കിലോമീറ്ററും. അല്ല, ഇതേപോലെ വേറെ നമ്പർ മാറാൻ പറ്റിയ വണ്ടികളുണ്ട്. 2-3 വണ്ടി ഇപ്പൊ നമ്മൾ കാണിച്ചില്ല. അതൊക്കെ നമ്പറായ വണ്ടികളാണ്. ഇതൊരു പ്രത്യേക ഹൈലൈറ്റ് വണ്ടിയാണ്. കാരണം ഒന്നാമത് 2.8 സെറ്റ് ഫുൾ ഓപ്ഷൻ ആണ്. ഏറ്റവും ടോപ്പ് ഫുൾ ഓപ്ഷൻ. വെറും 63 ഓടിയിട്ടുള്ളൂ. പിന്നെ യോക്കോയുടെ 4 ടയറാണ്. വണ്ടിക്ക് 10,000 കിലോമീറ്ററിന് എഞ്ചിന് ഗിയർ ബോക്സ് വാറണ്ടി അല്ലെങ്കിൽ 1 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും ഈ വണ്ടിക്ക്. ക്വാളിറ്റി വണ്ടിയാണ്. അത്രയും ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. എത്രയാണ് എൻഒസിന് നമ്മൾ ഓഫർ പ്രൈസ് ഇട്ടിരിക്കുകയാണ്. ലാസ്റ്റ് നമുക്കൊരു 17,50 എൻഒസിൽ കൊടുക്കാം. ലാസ്റ്റ് ആണ്. അതെ, ഓഫർ പ്രൈസ് ഓൾറെഡി നമ്മളൊരു 18 കിട്ടതാണ്. ഇത് ഓഫർ പ്രൈസ് പെടലി നമ്മൾ കൊടുത്ത ഒരു ഓഫറാണ്. ആർക്കും വേണമെങ്കിൽ നമ്പർ ആക്കാം. 1750. എത്ര മോഡലാണ്? 2023. ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. അവിടെ ഈ മാസം ഉണ്ടാവും, 8 മാസം 9 മാസം. ഇത് കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ് തന്നെ. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട്? വെറും 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 74 ഓടിയിട്ടുള്ളൂ. ഒന്നും റീപ്ലേസ് ഒരു സാധനം മാറിയിട്ടില്ല. നല്ല ക്വാളിറ്റി. ഓക്കെ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്ക വണ്ടി. ഓക്കെ. ഇത് ഓപ്ഷൻ ഏതാ? ഇത് 2.4Z മാനുവല് ഫുൾ ഓപ്ഷൻ. മാനുവല് ടോപ്പ് ഓപ്ഷൻ. ഓക്കെ. എത്ര ഇത് ആസ്ക്? ഇത് വെറും 28,50,000. 28,50,000. ഓക്കെ. നിങ്ങൾ ചോദിക്കുന്നത്? അതെ. വില കുറച്ച് ചെറിയ കുറച്ച് സംസാരിക്കും. ഇത് ഓൺ റോഡ് എത്ര? ഏകദേശം 29-28 രൂപ റേഞ്ച് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. 29 സ്റ്റാർട്ടിംഗ് റേറ്റ് അത്ര. അതെ. ഫുൾ ഓപ്ഷൻ അല്ല, മിഡിൽ ഓപ്ഷൻ. ഫുൾ ആകുമ്പോൾ 30-30 വില പോകും. എത്ര മോഡലാണ്? 2016 മോഡൽ 2.8G ഓട്ടോമാറ്റിക് വണ്ടി. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ടാവും? വെറും 1.43 റേഞ്ച്. അത്രേ ഓടിയിട്ടുള്ളൂ അല്ലേ? എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങൾ? മേജറായിട്ടില്ല. മെയിൻ ക്ലാസ് ആയതുകൊണ്ട് മെയിൻ ക്ലാസ് റീപ്ലേസ് തന്നെ. അതെ. ഓക്കെ. വേറെ ഒന്നും തന്നെ അപാകതമില്ല. വണ്ടി ജെനുവിൻ ആണ്. ക്വാളിറ്റി വെഹിക്കിളാണ്. എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കാം. അതെ. ഇത് എത്ര? 16,30,000. 16-30 ചോദിക്കുന്നുണ്ട്. അതെ. ചെറിയ ഫണ്ട് 2017 മോഡൽ വി 2.4 വി. ഓക്കെ. വി ഇതുവരെ നമ്മൾ കാണിച്ചിട്ടില്ല. കാണുന്നത് എത്രയാണ് ഇത് ഓടിക്കുന്നത്? 2,11,000 കിലോമീറ്റർ ഓടിക്കുന്നത്. ജെനുവിൻ ആണ്. കിലോമീറ്റർ ജെനുവിൻ ആണ്. ഇത് ഓൾറെഡി നമ്പർ ആയതാ? ഓക്കെ. നമ്പർ ആയ റീ വണ്ടിയാണ്. നമ്പർ ആയതാണ്. ഓക്കെ. മാനുവൽ ഓട്ടോമാറ്റിക്? മാനുവൽ 2.4 എല്ലാം മാനുവൽ. വീല് മാനുവൽ. എത്ര കൊടുക്കരുത്? ഇത് നമുക്ക് 16,80,000 രൂപ ഇട്ടിട്ടുള്ളത്. നമുക്ക് ലാസ്റ്റ് ഒരു 16,30,000 നെറ്റിന് കൊടുക്കാം. ഓഫർ പ്രൈസ്. ഈ ഫിനാൻസ് ഒക്കെ 100% അവൈലബിൾ ആണ്. ഏകദേശം ഒരു 14 ഫിനാൻസ് നമ്മുടെ കൂടെ ഉണ്ട്. അത് സിബിലും മാക്സിമം എത്രത്തോളം ചെയ്യാൻ പറ്റുന്ന 90% ലോൺ കൊടുക്കാൻ പറ്റും. പക്ഷെ അവർ സിബിലും കാര്യം നോക്കി അവരെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഫയൽ ചെയ്യുന്ന ആൾക്കാർക്ക് മാക്സിമം 95% വരെ കൊടുക്കാം. ഇത് എത്ര മോഡൽ? ഇത് 2019 7 മാസം ഇറങ്ങിയ വണ്ടി. 2019 7 മാസം ഇറങ്ങിയ വണ്ടിയാണ്. കേരള വണ്ടിയാണ്? അല്ലല്ല, കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടി. ഓൾറെഡി നമ്പർ ആയ വണ്ടിയാണ്. അതെ. കേരള 47 നമ്പർ ആയത്. ഇത് ഓട്ടോമാറ്റിക്കാ? അത് ഓട്ടോമാറ്റിക് 2.8G ഓട്ടോമാറ്റിക് വണ്ടി. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ടോ? 26,000 കിലോമീറ്റർ 26 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സെക്കൻഡിലാണ്. ഇത് മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ടോ? അല്ല, മെയിൻ ക്ലാസ് മാറിയിട്ടില്ല. ഇത് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി. ഇല്ല, ഒരു സാധനം മാറിയിട്ടില്ല. ക്വാളിറ്റി വണ്ടിയാണ്. എത്ര കൊടുക്കുക? ഇത് 19,70,000 കൊടുക്കണം. 19,70,000 കൊടുക്കാം. ഓക്കെ. ചോദ്യം മാത്രമല്ല, അത് ചെറിയൊരു പണ്ടൊക്കെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. ഒരു കുത്തം മിനാർ നോക്കാം. ഇത് എങ്ങനെയാണ് മോഡൽ? ഇത് 2017 മോഡൽ 4.2 ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ. സെക്കൻഡ് ഓണറാണ്. NOC-ലാണ് വണ്ടി കിടക്കുന്നത്. ഡൽഹി രജിസ്ട്രേഷനിലാണ് വണ്ടി കിടക്കുന്നത്. ഡൽഹി രജിസ്ട്രേഷൻ നമ്പർ ആയിട്ടില്ല. ഓക്കെ. ഇതൊക്കെ എത്ര ഓടിയിട്ടുണ്ടാവും? ആകെ 1.25 ഓടിയിട്ടുള്ളൂ. 1,25,000 കിലോമീറ്റർ 4.2 ഓട്ടോമാറ്റിക്. ഓക്കെ. വണ്ടി എന്ത് ക്വാളിറ്റി ആണോ? ക്വാളിറ്റി വെഹിക്കിളാണ്. ഒന്നും പറയാനില്ല. ഹൈ ക്വാളിറ്റി. മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ്. ആ സാധനം വരാറുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് അത് സെറ്റ് വണ്ടി ആയതുകൊണ്ടാണ്. ഗ്ലാസ് മാറി. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ്. വേറെ എന്തെങ്കിലും മാറി? വേറെ ഒന്നും മാറിയിട്ടില്ല. ചെക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എവിടെ കൊണ്ട് ചെക്ക് ചെയ്ത് എടുക്കാം. എത്ര ഇത് ആസ്ക് ചെയ്യുന്നത്? എമൗണ്ട് 22,70,000 രൂപ. നെഗോഷ്യബിൾ ആണ്. 90 ആണ്. നെഗോഷ്യബിൾ ആണ് കേട്ടോ. നെഗോഷ്യബിൾ ആണ്. ഇതിന് ഓൺ റോഡ് 50 അടുത്ത് വരുന്നില്ലേ? തീർച്ചയായിട്ടും 50 വരുന്നുണ്ട്. ലേറ്റസ്റ്റ് മോഡൽ ആവശ്യം ഉണ്ടെങ്കിൽ നോക്കിക്കോട്ടോ. പൈസ പോയിട്ട് പവർ വരട്ടെ, പെട്ടെന്ന് വന്നോളി. ഇത് കേരള വണ്ടിയാ? അല്ല, നമ്പർ ആയതാണ്. ഓൾറെഡി ആയിട്ടുണ്ട്. എത്ര മോഡലാ? ഇത് 2017 മോഡൽ 4.2 ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ. 4.2 ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. അതെ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത്. എത്ര ഓടിയിട്ടുണ്ടാവും? ആകെ 1.32 ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? ഇതൊക്കെ സർവീസ് ഒക്കെ ഉണ്ടാവും. ഇതിന്റെ മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ടോ? ഒന്നും റീപ്ലേസ്. ഒരു സാധനം ഇതിനും സ്പെഷ്യാലിറ്റി ഉണ്ട്.
ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിലേക്ക് ഫ്രണ്ട് മാറിയിട്ടുണ്ട്. ആ ഫ്രണ്ട് ലേറ്റസ്റ്റ് മോഡലിലേക്ക് കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. അതെ അതെ അതെ, ഇതിന്റെ പഴയ കിറ്റും അവൈലബിൾ ആണ്. ഓക്കെ, ഈ ബോണറ്റ് ഒന്നും മാറൂലല്ലോ? ഇല്ല, ഒന്നും മാറില്ല. ബോണറ്റ് മാറില്ല, ഇവിടെ അങ്ങോട്ട് മാത്രം മാറും. ഈ ബമ്പറിന്റെ ഈ ഗ്രില്ലിന്റെ മാത്രം. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് എത്ര നിങ്ങൾ ആസ്ക്? ഇത് 28,70,000 ആസ്ക് ചെയ്യുന്നത്. 28,70,000 ചോദിക്കുന്നുണ്ട്. വില നെഗോഷ്യബിൾ അല്ല. നെഗോഷ്യബിൾ. മാക്സിമം വില പൊട്ടിച്ചു തരും. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളൂ. മാക്സിമം ലോൺ